മുജാഹിദ് പ്രസ്ഥാനം തന്നെ തീവ്രവാദമാണോ എന്നാണ് സുഹൃത്ത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആചാര്യനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്നെ മദീന കൊള്ളയടിച്ച ആളായിരുന്നു എന്നൊക്കെയാണ് വർത്തമാനം. മദീന ഭരണം നടത്തുന്നത് തന്നെ സലഫി ആദർശമുള്ള ആളുകളാണ് എന്നുള്ള കാര്യം അറിയുന്നത് നല്ലത്. വഹാബി മൂവ്മെൻ്റ് എന്ന പേരിൽ മുമ്പ് കാലത്തുണ്ടായിരുന്ന രാഷ്ട്രീയ സംഘവുമായി മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരിട്ടൊരു ബന്ധവും ഇല്ല. ഇത് അതിൻ്റെ പോഷക ഘടകവും അല്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയമുണ്ട് കേരളക്കരയിൽ. അതിൻ്റെ 1-ാം തീയതി മുതൽ ഇന്നോളമുള്ള അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളും പൊതുയോഗങ്ങളും ഗ്രന്ഥങ്ങളും പാഠശാലകളും അതേപോലെ തന്നെ അതിൻ്റെ മുഴുവൻ പ്രബോധന സംവിധാനങ്ങളും എക്സിബിഷനുകളും തുടങ്ങി മുഴുവൻ സംരംഭവും പരിശോധിച്ചാൽ എല്ലാം ഒരൊറ്റ പ്രമേയത്തിൽ അധിഷ്ഠിതമാണ്. ഈ ലോകത്തിന് സർവചരാചരങ്ങൾക്കും നിയന്താവായ ഒരു ഏകനാഥൻ മാത്രമാണ് ഉള്ളത് എന്നും സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവാണ് അവനെന്നും ആരാധ്യനായ അവനെ മാത്രമല്ലാതെ കേവലം ദുർബലരായ പുഴുക്കളായ കേവലം സൃഷ്ടികളായ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്, പൂജിക്കരുത് എന്നും അർഹതയുള്ളവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുമുള്ള തത്വം അത് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരിചയപ്പെടുത്തും. അപ്പോഴെല്ലാം മുജാഹിദുകൾ പറയാറുള്ളത് ഈ തത്വം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാമിൻ്റെ തെളിവെന്താണ് എന്ന കാര്യത്തിൽ ഇസ്ലാമിൻ്റെ പേരുച്ചരിക്കുന്ന ഒരു സംഘത്തിനും തർക്കമില്ല. മുജാഹിദാകട്ടെ, സുന്നിയാകട്ടെ, ജമാഅത്തെ ഇസ്ലാമിയാകട്ടെ, തബ്ലീഗാകട്ടെ, NDF മറ്റ് ഏതെങ്കിലും ഇസ്ലാമിൻ്റെ പേരുന്നയിക്കുന്നവരോ ആകട്ടെ, അവരെല്ലാം ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. മുജാഹിദ് പ്രസ്ഥാനം പ്രത്യേകമായി പറഞ്ഞു, വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിത്തറയിൽ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആനും സുന്നത്തും അത് വ്യക്തമായി പഠിപ്പിച്ച് അദ്ദേഹത്തിൽ നേരിട്ട് പഠിക്കാൻ അവസരമുണ്ടായ ഒരു സമൂഹമുണ്ട്. അത് സ്വഹാബികളാണ്. അതുകൊണ്ട് പ്രവാചകന്റെ പ്രഥമ അഭിസംബോധിതരായ സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ വേണം വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് പ്രവാചകന്റെ അനുചരന്മാർ ഖുർആനിനെ മനസ്സിലാക്കിയതിൽ നിന്ന് ഭിന്നമായി പിൽക്കാലത്ത് വരുന്ന ഏതെങ്കിലും വ്യക്തികളോ ബുദ്ധിജീവികളോ ആയിട്ടുള്ള ആളുകൾ സ്വന്തം അഭിപ്രായം പറയും. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആകട്ടെ, ഇബ്നു തീമിയ ആകട്ടെ, എൻ്റെ സുഹൃത്ത് ചോദിപ്പിച്ചതുപോലെ ഈ സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞ് ഉത്തമ തലമുറ കഴിഞ്ഞ് പിൽക്കാലത്ത് ഉയർത്തെഴുന്നേറ്റ് വന്ന ആരാകട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന TP അബ്ദുള്ള കോയ മദനിയോ AP അബ്ദുൽ ഖാദർ മൗലവിയോ ആകട്ടെ, ഇത് സ്ഥാപിച്ച KM മൗലവിയോ അതേപോലെ ഇതിന്റെ പ്രഗത്ഭരായിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയോ പോലുള്ളവരാകട്ടെ, അവർ ഖുർആനിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണമെന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ഏതൊരു നേതാവിനും തെറ്റുപറ്റാം, തെറ്റുപറ്റാതിരിക്കാം. വിശുദ്ധ ഖുർആനിനോടും തിരുസുന്നത്തിനോടും യോജിക്കണം. അതിന്റെ മാതൃക ആരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വളർത്തിയെടുക്കുകയും അള്ളാഹുവിന്റെ പൊരുത്തം ലഭിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയും ചെയ്ത സ്വഹാബികളാണ്. സ്വഹാബികൾ നേരിട്ട് ദീൻ പഠിക്കാൻ അവസരമുണ്ടായ താബികളാണ്. ആ ഉത്തമ തലമുറയിൽപ്പെട്ട ആളുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് തിരുസുന്നത്തിൽ നിന്ന് മനസ്സിലാക്കാത്ത ഏതെങ്കിലും ഒരു ആശയം പിൽക്കാലത്ത് വന്ന ആര് പറഞ്ഞാലും, അതുകൊണ്ടാണ് പിൽക്കാലക്കാരായ നേതാക്കന്മാരുടെ പേരിലുണ്ടായ എല്ലാ പ്രസ്ഥാനങ്ങളും അവരിൽ സംഭവിച്ച പിഴവുകളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുത്തണമെന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത്. തബ്ലീഗ് ജമാഅത്തിനെ പോലെ 100 കൊല്ലം മുമ്പ് മുഹമ്മദ് ഇലിയാസ് മനസ്സിലാക്കിയതുപോലെയല്ല ഖുർആനിനെ മനസ്സിലാക്കേണ്ടത്. അതേപോലെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അബുൽ അഅ്ല മൗദൂദിയോ സയ്യിദ് ഖുത്ബോ മനസ്സിലാക്കിയതുപോലെയല്ല ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്. ജൂതന്റെ അരികിൽ നിന്ന് അച്ചാരം പറ്റിയ മിർസ അഹമ്മദ് ഖാദിയാനി മനസ്സിലാക്കിയതുപോലെയല്ല ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തുടങ്ങി ഏതെങ്കിലും ബുദ്ധിജീവികളോ വ്യക്തികളോ നേതാക്കന്മാരോ അവരാരായിരുന്നാലും അവരുടെ തലച്ചോറിൽ നിന്ന് വിരിയുന്ന ആശയാദർശങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ആത്മീയ പ്രസ്ഥാനമല്ല ഇസ്ലാം. ആത്മീയതയ്ക്ക് ഇസ്ലാമിലെ അഖലിയത്ത് എന്നാണ് പറയുക. അഖലിയത്ത് എന്നാൽ ബുദ്ധിയിൽ നിന്ന് ഉത്ഭൂതമാകുന്നത് എന്നാണ്. ഇസ്ലാമിന്റെ തത്വങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് വിരിയുന്നതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിയിൽ നിന്ന് വിരിയുന്ന കാര്യങ്ങൾ പോലും അത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ അല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അദ്ദേഹം തന്റെ ഇച്ഛപ്രകാരം സംസാരിക്കാറില്ല, മറിച്ച് ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അഖലിയായ ബുദ്ധിപരമായ മനുഷ്യന്റെ തലച്ചോറിൽ നിന്ന് രൂപം കൊള്ളുന്ന ആശയാദർശം ഇസ്ലാമിന്റെ ആശയാദർശമായി പരിഗണിക്കാറില്ല.
മറിച്ച് സമാവിയായ ആകാശലോകത്തു നിന്ന് വരുന്ന ദിവ്യബോധനം സാക്ഷാൽ ആരാധ്യന്റെ അരികിൽ നിന്നുള്ളതാണ് ഇന്ന് തെളിയിക്കപ്പെട്ട ദൈവിക ആദർശങ്ങൾ മാത്രമേ പ്രമാണമായി സ്വീകരിക്കൂ. ആ പ്രമാണങ്ങളിൽ തീവ്രവാദത്തിന്റെ ആശയങ്ങൾ ഉണ്ടെന്ന് വസ്തുനിഷ്ഠമായി സൂചിപ്പിച്ചാൽ, ചരിത്രരേഖയിൽ സൂചിപ്പിച്ചാൽ, തീർച്ചയായും അത് മുജാഹിദ് പ്രസ്ഥാനം അങ്ങനെ ഏതെങ്കിലും ഒരാശയം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിത്തറയിൽ മുജാഹിദ് പ്രസ്ഥാനം ഉന്നയിച്ച ഈ ആശയം ശരിയല്ലെന്ന് ഏത് സാധാരണക്കാരൻ പറഞ്ഞാലും സ്വീകരിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം സന്നദ്ധമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് ഇവിടെ വിശദീകരിച്ചു. സമാധാനത്തിന്റെ ആദർശമായി ഇസ്ലാമിനെ സമാധാനപൂർവ്വം പരിചയപ്പെടുത്തുക. ഇസ്ലാമിനെ തീവ്രവാദമായി പരിചയപ്പെടുത്തുന്നവർക്ക് ഇസ്ലാമുമായി ബന്ധമില്ലെന്നും അവർ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ അർഹരല്ലെന്നും സമാധാനത്തിന്റെ ആദർശമായി ഇസ്ലാമിനോടുള്ള ബോധം കൊണ്ട് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നീട് എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് ചോദിച്ച ഒരു ചോദ്യം, ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ ആദർശം പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് അവരുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം തെളിവായി കാണിച്ചോ? RSSകാരൻ്റേത് കാണിക്കാൻ ഏറ്റവും ഒടുവിൽ മലേഗാവ് വരെയുള്ള കാര്യങ്ങളുണ്ട്. സംഘപരിവാരങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണിക്കാൻ പലതുമുണ്ട്. ഇതേപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെയോ സഹോദര സംഘടനകളുടെയോ അതേ ആദർശം സ്വീകരിക്കുന്നവരുടെയോ കാണിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ഏത് തീവ്രവാദ പ്രവർത്തനമാണ് എവിടെയാണ് നടത്തിയത് എന്ന ചോദ്യമാണ് സുഹൃത്ത് ചോദിച്ചത്. അതാണ് ചോദിച്ചത് എങ്കിൽ ചോദ്യം ചോദിച്ച സുഹൃത്ത് ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ചോദ്യം ഉന്നയിച്ച നിലയിൽ അതിൻ്റെ നിജസ്ഥിതി അറിയേണ്ടതില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളക്കരയിൽ നമുക്ക് പരിചയമുള്ള ഇസ്ലാമിൻ്റെ പേരിൽ പ്രത്യക്ഷമായി കാണുന്ന ഏതെങ്കിലും ഒരു തീവ്രവാദ പ്രവർത്തനം നിങ്ങൾ ഏതെടുത്താലും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം ഞങ്ങൾ കാണിച്ചു തരാം. NDF-കാരൻ്റെ പേര് ഉദ്ധരിക്കാൻ ചോദ്യകർത്താവ് ധൈര്യപ്പെട്ടിട്ടില്ല. കാരണം ചോദ്യകർത്താവിനറിയാം NDF-ന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പരമ്പരകൾ പത്രകെട്ടുകളിൽ നിന്ന് ഈ വേദിയിൽ നിരത്തപ്പെടും എന്ന് അതിവിടെ ഉണ്ട് താനും. അതേപോലെ തന്നെ മറ്റേതെങ്കിലും ISS-ന്റെ പ്രവർത്തനങ്ങളെ പറ്റി ചോദിക്കാൻ ഈ സുഹൃത്ത് തയ്യാറായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി ചോദിക്കുമ്പോൾ നേരത്തെ ഇവിടെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ചതിയുടെ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദത്തിന് വേണ്ടി ആഹ്വാനം നടത്തിയ വരികളാണ് നിങ്ങൾ നേരത്തെ ഇവിടെ കേട്ടത്. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഭരണം തന്നെ അത് ഏത് വിധേനയും സ്ഥാപിക്കലാണ് ഒരു മുസൽമാന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പ്രസ്താവിച്ചത്. അത് നേടുന്നത് വരെ ഒരു മുസൽമാന്റെ വാളുറയിൽ പോകാൻ പാടില്ല. ആ ജമാഅത്തെ ഇസ്ലാമിക്കാരന് പിന്നീട് നിലനിൽപ്പിന് വേണ്ടി തൻ്റെ തത്വശാസ്ത്രങ്ങൾ പിറകോട്ട് വലിച്ചെറിയേണ്ടി വന്നപ്പോഴും ജമാഅത്തുകാർ വളർത്തിയെടുത്ത സിമി ഇവിടെ സ്ഫോടനങ്ങളുമായി നിലവിലുണ്ടായിരുന്നു. സിമിയാണ് ജമാഅത്ത് തീവ്രവാദത്തിന് ഞങ്ങളുടെ ഒന്നാമത്തെ തെളിവ്. സിമി നിരോധിക്കപ്പെട്ട സാഹചര്യത്തിൽ സിമിയുടെ നേതാക്കന്മാർ കേരളക്കരയിൽ രൂപം കൊടുത്ത NDF-ഉം തമിഴ്നാട്ടിലെ വിടിയൽ വെള്ളിയും അതേപോലെ തെക്കൻ ജില്ലകളിൽ തെക്കൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ ആവിഷ്കരിച്ച തീവ്രവാദ ലൈനുകളും രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളും വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അബ്ദുൽ നാസർ മഅ്ദനി ഒരു പ്രസംഗത്തിന്റെ പിൻബലത്തിൽ മാത്രം ആവേശം കൊണ്ട് അസംഘടിതമായ ഒരു സംഘത്തെ ഒരു വലിയ വിഭാഗമായി വരികയും ഫാഷിസ്റ്റുകളോട് വിരോധമുള്ള ഒരു സംഘത്തെ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തപ്പോൾ അതിനൊരു ഘടനയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അബ്ദുൽ നാസർ മഅ്ദനിക്ക് IS-നെ പിരിച്ചുവിടേണ്ട ഒരു ഘട്ടമുണ്ടായി. അപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഹിറ സെന്ററിൽ നിന്ന് അബ്ദുൽ നാസർ മഅ്ദനിയുടെ അരികിലേക്ക് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധികൾ പുറപ്പെടുന്നത്. അന്ന് അബ്ദുൽ നാസർ മഅ്ദനി ISS-ന്റെ നേതാവാണ്. ഇന്നത്തെ മിതവാദം പ്രസംഗത്തിൽ പോലും അന്ന് ഈ അബ്ദുൽ നാസർ മഅ്ദനി സ്വീകരിച്ചിട്ടില്ല. ആ അബ്ദുൽ നാസർ മഅ്ദനി ISS-നെ പിരിച്ചുവിടും. അങ്ങനെ മുസ്ലിം സമൂഹത്തിനെതിരെ ഉണ്ടായ ആ ഒരു ദുഷ്പേര് അത് ഇല്ലാതാകാനും മുസ്ലിങ്ങൾക്ക് സമാധാനത്തിന്റെ ആളുകളാണ് എന്ന അംഗീകാരം കിട്ടാനും ഒരു അവസരം വരുന്ന സമയത്ത് മുസ്ലിം സമൂഹം പോലും തന്നെ പിന്തുണക്കുന്നില്ല, മുസ്ലിം സംഘത്തിലെ ഒരു നേതാവും ഒരു സംഘടനയും ഒരു പണ്ഡിതനും തന്നെ അംഗീകരിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇസ്ലാമികമായി തന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്താതെ ISS പിരിച്ചുവിടാൻ വേണ്ടി അബ്ദുൽ നാസർ മഅ്ദനി തീരുമാനമെടുത്തപ്പോൾ അരുത്, ഞങ്ങളുണ്ട് നിങ്ങളെ പിന്തുണയ്ക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ബലം നൽകുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയാദർശങ്ങൾക്ക് വേണ്ടി അച്ചുനിരത്തിക്കൊണ്ടിരിക്കുന്ന അബ്ദുള്ള സാഹിബ് ആദിയിൽ ആൾക്കൂട്ടമുണ്ടായി, പിന്നെ മഅ്ദനി ഉണ്ടായി എന്ന ചന്ദ്രികയിലെ ലേഖനത്തിലൂടെ ആരൊക്കെ ആരെയെല്ലാമാണ് പറഞ്ഞയച്ചത് എന്നും ആരുടെ അരികിലെല്ലാമാണ് പറഞ്ഞയച്ചത് എന്നും അബ്ദുൽ നാസർ മഅ്ദനി പിരിച്ചുവിടാൻ പാടില്ല, നിങ്ങളെ ഞങ്ങളെല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യത്തെ ഇന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അസിസ്റ്റന്റ് അമീർ ഷെയ്ഖ് മുഹമ്മദ് ഗാരിഖ് അടക്കമുള്ള ആളുകൾ പരസ്യമായി അംഗീകരിക്കുകയാണ്. അതെ, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീവ്രവാദം എവിടെയുണ്ടോ അവിടെ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്.